ഇവിടെ ആരും ഇല്ലേ? ഒരു 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആകെപ്പെട്ടു എന്ന് പറഞ്ഞ അവസ്ഥയിൽ ആ കറക്റ്റ് സമയത്ത് എന്താ പറയാ, ദൈവദൂതനെ പോലെ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നൊരു അഡ്വഞ്ചറസ് വ്ളോഗാണ്. വേറൊന്നുമല്ല, നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല നാട്ടിലേക്ക് പോകാൻ. അപ്പം വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, അത് കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ മാർഗങ്ങളിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ട പരിപാടിയാണ്. ഇതുവരെ പോയിട്ടില്ലാത്ത റൂട്ടെല്ലാം പോയി നോക്കണം, എങ്ങനെയെങ്കിലും നാട്ടിലെത്തണമല്ലോ. അപ്പം നമ്മളിവിടുന്ന് കേളമ്പക്കം എന്ന് പറഞ്ഞിട്ടൊരു ബസ് സ്റ്റാൻഡുണ്ട്, ടെർമിനൽ. അവിടെ പോയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് പോകാനുള്ള പ്ലാനാണ് കറൻ്റ്ലി ഉള്ളത്. അപ്പം ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. കുട്ടാട്ടൻ കുളിക്കുവാണ്, ആദ്യം റെഡിയായി. ഇനി സമീപത്രേ അയ്യോ സമയം കാണുന്നില്ലല്ലോ. സമയം ഇപ്പം 10:20 ആയിട്ടുണ്ട്. 11 മണിക്കൊരു ബസ്സുണ്ട്. നമ്മൾ വേഗം ഇറങ്ങട്ടെ, ബാക്കി പോകുമ്പോൾ കാണാം. ഗൈസ്, നമ്മളങ്ങനെ ഇറങ്ങി. നല്ല മുടിഞ്ഞ വെയിലാണ്. അപ്പോൾ ഒന്ന് എടുക്കാൻ പറ്റുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കാം. കുട്ടാട്ടനും അതും മുമ്പ് പോയിട്ടുണ്ട്. നമ്മളിപ്പം കിഴമ്പക്കം ടെർമിനലിലുള്ള, ഇത് മുഫസിൽ ബസ് ടെർമിനലാണ്. മുഫസിൽ. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബസ് ടെർമിനലായിരുന്നു. ഭയങ്കര വലിയതാണ്, കാണുമ്പോൾ തന്നെ ഒരു എയർപോർട്ടിൻ്റെ ലുക്കുണ്ട്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് കോയമ്പത്തൂരേക്ക് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ടേക്ക് പോകുന്നതാണ്. നമ്മുടെ ഇവിടെ കിളമ്പക്കം ബസ് സ്റ്റാൻഡിലാണ്. ഇനി അപ്പുറത്തെ ബസ് ടെർമിനലിലേക്ക് പോകണം. രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി എന്നല്ലാണ്ട് എങ്ങനെയാണ് പോകേണ്ടത്, എവിടെ നിന്നാണ് ബസ് കയറേണ്ടതെന്നുള്ള വലിയ ധാരണയൊന്നുമില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ മുഫസിൽ ബസ് ടെർമിനലിൽ നിന്ന് നമ്മൾ എൻക്വയറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോയമ്പത്തൂർ ബസ് നൈറ്റേ ഉള്ളൂ, ഈ ടൈമിലില്ല. നമ്മൾ അവിടെ എത്തുന്നത് ഏകദേശം ഒരു 11 മണിയാകുമ്പോഴാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇനി കണക്ട് ചെയ്ത് പോവാം, ബസ്സിന് കണക്ട് ചെയ്തിട്ട് കോയമ്പത്തൂർ എത്തുന്ന രീതിയിൽ പോവാം. അതിന് സേലത്തേക്ക് ബസ്സുണ്ട്, സേലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കോയമ്പത്തൂരേക്ക് ബസ്സുണ്ടാവും, അങ്ങനെ പോവാമെന്ന് പറഞ്ഞു. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം ടൈം ഏകദേശം കറക്റ്റാണ്. അപ്പോൾ നമ്മൾ അവിടെയുള്ള ടൈം തന്നെ ഒരു സേലത്തേക്ക് ബസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് എൻക്വയറിൻ്റെ അടുത്ത് നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. പ്ലാറ്റ്ഫോം നമ്പർ 6 നമ്മുടെ സേലത്തേക്കുള്ള ബസ് ഉള്ളത്. അപ്പോൾ പോയി നോക്കുമ്പോൾ കറക്റ്റ് ടൈമായിരുന്നു. നമ്മൾ കയറി ഒരു 5 മിനിറ്റ് കഴിയുമ്പം ബസ് എടുത്തിട്ടുണ്ട്. അവിടുന്ന് മീൻസ് റിസർവേഷൻ ആയിരുന്നു, പക്ഷേങ്കിൽ അവിടെ സീറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് തന്നെ സീറ്റും കിട്ടി. അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് വിചാരിക്കാം. ഇവിടുത്തെ ഈ ഒരു ബസ് ടെർമിനൽ അടിപൊളിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബസ് ടെർമിനലാണിത്. അപ്പം അതൊന്നും മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാനോ കാണാനോ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. ബസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു 5 മണിക്കൂർ ഇതിനകത്ത് തന്നെ ഇരിക്കണം. ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഉച്ചക്കേക്കുള്ളത് മാത്രം. പിന്നെ അതിനുള്ള ഓരോ മീൻസ് റാഗിയും കുറുക്ക്, പിന്നെ വെജിറ്റബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ മുട്ട, അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട് അവന് ഏകദേശം വലിയ കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഒരു 2-2.5 മണിക്കൂർ അങ്ങനെ അങ്ങ് പോയി കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പം നല്ല ഉറക്കം എനിക്കും വന്നു, കാരണം നൈറ്റൊന്നും ഉറക്കം ശരിയായിട്ടില്ല. അപ്പം ഞാനും കിടന്നുറങ്ങി. പിന്നെ കുട്ടാരൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കുട്ടാരൻ അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. നമ്മളത്യാവശ്യം ഈ ഒരു ട്രിപ്പിൽ അത്യാവശ്യം ഞാൻ ഉറങ്ങിയിട്ടുള്ളത് ഈ ഒരു ടൈമാണ്. അതിനുശേഷം ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. സ്ഥലമൊന്നും അറിയില്ല. അപ്പോൾ അവിടെ നിന്ന് കൂട്ടുകാരൻ ആദുവിനെ കൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങി. അപ്പം എന്നോട് പറഞ്ഞു നീ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാം, കാരണം ആദു ഉള്ളതുകൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ നല്ല ബിരിയാണിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിതൊന്നും കഴിക്കാൻ പറ്റുമോ എന്താവും ഒന്നും അറിയില്ല. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബിരിയാണി കഴിച്ചു. ഞാൻ കഴിച്ച് പകുതിയാകുമ്പോഴത്തേനും കുട്ടേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദൂസും അതേ ഫുഡ് തന്നെ, ബിരിയാണി അവൻ എല്ലാ ഫുഡും കഴിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പം അധികം നെയ്യൊന്നും ഇടാണ്ടാക്കിയത് കൊണ്ട് തന്നെ അവൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനും കൂടെ ഞാൻ ഫുഡ് കൊടുക്കുകയാണ്. അതിലൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ നല്ല നോയ്സ് ആയതുകൊണ്ട് ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. ടോയ്ലറ്റിലെല്ലാം പോകണം, ബാത്റൂമിൽ വന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്.
നീറ്റുണ്ടോ ഇല്ലോ എന്നൊന്നും അറിയില്ല. കുട്ടാട്ടിന് ആദ്യം ഫുഡ് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഉറക്കം കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ഓക്കെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് അവിടെ നിർത്തിയതിന് ശേഷം ബസ് എടുത്തു. ഇനി സേലത്തേക്ക് ഏകദേശം ഒരു 3 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ അത്രയും ടൈം ഇനി ആദുവിനെ മെയിൻറ്റെയിൻ ചെയ്യലാണ് വലിയ ടാസ്ക്. കാരണം അവൻ്റെ ഉറക്കം കഴിഞ്ഞു, ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ഇനി അവന് പ്ലേ ടൈമാണ്. അപ്പോൾ കുട്ടാട്ടനുമായിട്ട് കുറേ കളിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളി, ഇതൊക്കെയാണ് അവൻ്റെ എൻ്റർടൈൻമെൻറ്റ്. അവനിപ്പോൾ ട്രെയിനിലാണ് കൂട്ടി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കരയാൻ തുടങ്ങും. അവന് AC-യും ഈ അടച്ചിട്ട സംഭവങ്ങളൊന്നും അധികം ഇഷ്ടമല്ല. പക്ഷേ ബസ്സിലാകുമ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ്, നല്ല എൻഗേജ്ഡ് ആയിരുന്നോളും. അവന് ഇപ്പോൾ ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ വേണം. നല്ല സൗണ്ടിൽ ചെണ്ടയൊക്കെ കൊട്ടുന്നിടക്ക് കൊണ്ടുപോയി നിർത്തിക്കഴിഞ്ഞാൽ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങും. അത് അവൻ്റെ ശീലം. അതുകൊണ്ട് ബസ്സിൽ പോക്ക് ഒരു വലിയ ടാസ്ക് അല്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു. കുറേ ഇങ്ങനെ പാടങ്ങളും കൃഷി അങ്ങനത്തെ ടൈപ്പൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ എനിക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട് എന്ന് പറയുമ്പം ഈ ഒരു എന്താ പറയണ്ടേ, കാറ്റാടിപ്പാടം പോലത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ നല്ല ടയർഡാവുന്നുണ്ട്. പിന്നെ ഈ കുന്നും മലയും കാഴ്ചയെല്ലാം കാണുമ്പം ഒരു രസം അത്ര തന്നെ. പിന്നെ മാട്ടുപ്പെട്ടിയാണോ, അതാന്ന് തോന്നി സ്ഥലം. അങ്ങനെയാണ് ബോർഡ് വായിച്ചത് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അവിടെ എത്തി. ഇപ്പോൾ ഏകദേശം നമ്മളിനിയിപ്പോൾ ഒരു 3/4 മണിക്കൂർ അങ്ങനെ ആയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് ആദുവിന് ക്യാരറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുവാണ്. ആദുവിന് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. വെജിറ്റബിൾസിൽ ഏറ്റവും ഇഷ്ടം ക്യാരറ്റാണ്. എത്ര കൊടുത്തു കഴിഞ്ഞാലും അവനത് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ നമ്മളിത് ഏകദേശം എത്താറാവുന്നതിന് നമുക്ക് ടയർഡായി വരുന്നത് മുഖമൊക്കെ കണ്ടോ, അങ്ങനെ ടയർഡായിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു സൺസെറ്റ് ആവാറായി. ഒരു 6 മണി, എത്ര മണിക്കായിരുന്നു എത്തിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. 6 മണി കൃത്യത്തിന് എത്തുന്ന പറഞ്ഞത്. ഒരു 6:10 അങ്ങനെയായി. ഇതങ്ങനെ സേലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ 5 മണിക്കൂർ ട്രാവലിന് ശേഷം സേലത്ത് ഗൈസ്, അങ്ങനെ 5 മണിക്കൂർ ട്രാവലിന് ശേഷം നമ്മൾ സേലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി കോയമ്പത്തൂർ പോയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് പോകാമെന്ന് വിചാരിക്കുന്നതിൽ പാലക്കാടേക്ക് ബസ് ഉണ്ടോ നോക്കണം. നല്ല ടയർഡായി, 5 മണിക്കൂറായി ഇരിക്കുന്നത്. നോക്കട്ടെ എന്താ പറഞ്ഞേ. വേണ്ട വെള്ളം വാങ്ങുന്നു വേണ്ട. എന്നാ വരുന്ന പറഞ്ഞേ. AC വണ്ടിയുണ്ട് പാലക്കാട് ഡയറക്റ്റ് ഉണ്ടാവില്ല, കോയമ്പത്തൂർ പോയിട്ട് കൊണ്ടുവന്നു. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണെന്ന് വല്ലാണ്ട് അങ്ങ് പറയുന്നത് കേൾക്കാം അല്ലേ. അത് ഭയങ്കര സത്യമാണ്. കാരണം നമ്മൾ ഇവിടുന്ന് സേലത്തു നിന്ന് കോയമ്പത്തൂരേക്ക് ഇപ്പോൾ ബസ് കയറിയപ്പോൾ നമുക്ക് നന്നായിട്ട് മടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ട്രാവലിങ്ങിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് 1 മണിക്കൂറോളം ഉണ്ട് കോയമ്പത്തൂരേക്ക്. അപ്പം 3 മണിക്കൂറാണ് ടോട്ടലുള്ളത്. 2 മണിക്കൂർ ഓൾറെഡി നമ്മൾ വണ്ടിയിൽ തള്ളി നീക്കി. ഇനി അവസാനം 1 മണിക്കൂർ എത്തുന്നതിന് മുന്നേ അവർ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളിനി 1 മണിക്കൂറും കൂടി ഉണ്ട് ഇവിടുന്ന് കോയമ്പത്തൂരേക്ക്. അവിടുന്ന് പാലക്കാട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ നിർത്തിയിട്ടുള്ളത്. കുട്ടികളുടെ നടന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ കോയമ്പത്തൂർ എത്താനായി. കോയമ്പത്തൂർ എയർപോർട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പകുതി ആശ്വാസം എന്ന് പറയാം. പക്ഷേ ആശ്വസിക്കാനുള്ള വകയല്ലായിരുന്നു നമ്മളെ കാത്തു നിന്നത്. ഭയങ്കരമായൊരു ട്വിസ്റ്റായിരുന്നു. അപ്പോൾ അതെന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് വെറുതെ ലേഗാക്കുന്നില്ല. അപ്പോൾ അതിലിടയ്ക്ക് കോയമ്പത്തൂർ എത്താനായപ്പോൾ അത് ഭയങ്കര കളിയായിരുന്നു. മുന്നിൽ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കര കളിയും കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ കോയമ്പത്തൂർ എത്തി. ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങിയ ബസ് സ്റ്റാൻഡിലല്ലായിരുന്നു ആക്ച്വലി പാലക്കാടേക്കുള്ള ബസ് വരുന്നത്. നമ്മളിനി ഇവിടുന്ന് പാലക്കാട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉക്കടം ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അത് നമ്മൾ ഇറങ്ങിയ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ നിന്ന് ഉക്കടം ബസ് സ്റ്റാൻഡിലേക്ക് വേറൊരു ബസ് കയറണം. ഒരു 3 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഓപ്പോസിറ്റുള്ള ടൗൺ ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇവിടെ നിന്ന് ഉക്കടം ബസ് ഇടയ്ക്കിടെയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ബസ്സിൽ കയറിയപ്പോഴാണ് പുറത്തേക്ക്, അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് പാസ് ചെയ്യുന്നത് ഉക്കടം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനും നോക്കി. ഒന്നും പറയാനില്ല, ഭയങ്കര ജനത്തിരക്കായിരുന്നു. പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഭയങ്കര തിരക്കാണ്. കാല് കുത്താൻ പോലുള്ള ഇടം അവിടെ കണ്ടിട്ടില്ല.
പക്ഷേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയാണ് ആ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഞങ്ങളിതാ നേരെ പാലക്കാട് KSRTC ബസ് ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയതിന് ഏറ്റവും വലിയ നന്ദി പറയേണ്ട ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ള ഷർട്ടിട്ട് കുട്ടാടിൻ്റെ ബാക്കിൽ നിൽക്കുന്ന അങ്ങേരുടെ അടുത്താണ്. എന്താണ് കാര്യം ഞാൻ വഴിയേ പറയാം. അപ്പോൾ അതിനു മുന്നേ ഞങ്ങൾ ഇറങ്ങിയ പാടെ അനൗൺസ്മെൻറ്റ് കേട്ടു, തലശ്ശേരിക്കുള്ള ബസ് ഉണ്ടെന്ന്. ഓടിപ്പോയി നോക്കുമ്പം ബസ് അവിടെ ഉണ്ടായിരുന്നു, ചാടിക്കേറി. അപ്പോൾ ഇനി നീണ്ട 5-5.5 മണിക്കൂറത്തെ വീണ്ടും ട്രാവലാണ് വരുന്നത്. തലശ്ശേരിയിലേക്കാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ. നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് മലബാർ ബസ്സാണ് KSRTC. അപ്പം അതിൽ ഇരുന്നിട്ട് അങ്ങോളം യാത്ര ചെയ്യുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. ഒറ്റപ്പൊടി ഉറങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. ഒന്നാമത് ആദ്യം എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുന്നതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയോ കുറേ ഇങ്ങോട്ട് കോഴിക്കോടൊക്കെ എത്തിയപ്പോൾ പാട്ടൊക്കെ വെച്ചു വണ്ടിയിൽ. പിന്നെ നേരെ ഇങ്ങനെ വെളുത്ത് വരുമ്പോൾ പിന്നെ ആദ്യം എഴുന്നേറ്റു. പിന്നെ അവൻ്റെ കളിയായി, അങ്ങനെയായി. പിന്നെ എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ടും മേല. അവസാനം നമ്മളിതാ തലശ്ശേരി എത്തിയിട്ടുണ്ട്. ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മളെ തലശ്ശേരിയിലെത്തി. നമ്മൾ പുറത്തെല്ലാം പോയിട്ട് തിരിച്ച് തലശ്ശേരിയിലെത്തുമ്പോൾ ഒരു സന്തോഷം, സമാധാനം. നാട്ടിലെത്തുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തലശ്ശേരി എത്തുമ്പോൾ ഒരു വികാരം. അപ്പോൾ അങ്ങനെ പണ്ട് സ്പോർട്സിന് പോകുമ്പോഴാണ് ഈ ഒരു 6:30-ക്കൊക്കെ തലശ്ശേരി ഞാൻ കാണല്. തലശ്ശേരി കാണലില്ല ഈ സമയത്തൊന്നും. പിന്നെ നല്ലൊരു അഡ്വഞ്ചറസ് ട്രിപ്പായിരുന്നു. ട്രിപ്പിൻ്റെ കഥയൊക്കെ ഞാൻ പിന്നെ വഴിയെ പറഞ്ഞു തരാം. ഇപ്പോൾ വേഗം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല, എന്നാൽ ഉച്ചക്ക് കഴിച്ചതാണ്. നല്ല വിശക്കുന്നുണ്ട്. എവിടെന്നെങ്കിലും പോയി ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് വേണം ബസ് കയറാൻ അടുത്ത. സൺകിസ്ഡ് നിങ്ങളും കണ്ണെല്ലാം ചുകന്നിട്ടുണ്ട്. കൂട്ടാണ്ട ഉറങ്ങേറ്റ് വെള്ളപ്പം. നല്ല വെയിലടിക്കും. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കണ്ണൂരെത്തി. തലശ്ശേരി ബസ് കയറി കണ്ണൂരെത്തി. 20 മിനിറ്റ് കൊണ്ട് കണ്ണൂരെത്തി. തലശ്ശേരി ഫാസ്റ്റിനായിരുന്നു കയറി. അയ്യോ, ഇനി ഇവിടുന്ന് മയിലേക്ക് പോകണം. ബസ്സിലിരുന്ന് മടുത്തു. ആകെ എന്തോ കോലായിണ്ട്. ഫൈനലി മയിലെത്തി. ഇനിയിപ്പം ഓട്ടോര് പോകണം. തവളി പോയി ഇത് ആ ദിവസം ഉറങ്ങിപ്പോയി. ചോക്കടേ ഉറങ്ങിക്കോ. അമ്പലത്തിലല്ല, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിലിരിക്കുന്നതാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗേറ്റ് നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കേട്ടിട്ടുണ്ട്. അതാരാ ഇവിടെ ആരും ഇല്ലേ? നിന്റെ ഡാഡി ഇല്ല? മമ്മി നിങ്ങൾ എന്താ വന്നേ? അപ്പൊ വണ്ടിയോ? ഹലോ വണ്ടി ഇവിടെ വെച്ചിട്ടാ? ചായ കുടിച്ചിട്ടാന്ന് തലശ്ശേരി. നമ്മളെങ്ങനെയാ വന്നേ? നമ്മള് ഇന്നലെ രാവിലെ 10 മണിക്ക് വിട്ടത്. അങ്ങനെ ഫുള്ള് യാത്രയായിരുന്നു. നമ്മള് ട്രെയിനിലൊന്നല്ല വന്നേ, നമ്മള് ബസ്സിലാ വന്നേ. അത് 1ഉം 2ഉം ബസ്സിലല്ല. എത്ര ബസ്സിലാ? അതാ പറഞ്ഞോട് പറഞ്ഞു ചായക്കടി. ഋത്തിക
അത് വന്നിട്ടാ കാണുന്നില്ലേ? ന്യൂ ഗേറ്റ് സൂപ്പറാന്നല്ലേ, ന്യൂ ഗേറ്റ്. ഇങ്ങള് പാടാണ് ജയേഷ് ബിബി. വെറുതെ ഇത് അനക്കറിയാ ഞാൻ വരട്ടിന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാനെന്താ പറഞ്ഞ അതും അച്ഛൻ അതിനെപ്പറക്കിരിക്കുവാ. അച്ഛൻ വിചാരിച്ച അമ്മക്കെന്തോ പറ്റിയത്. ഇതാരത്? ഓന് കളിക്കണ്ട തിരക്കത്. കുട്ടാൻ അഭിനയിച്ചു കൊളാക്കി ഞാൻ വിചാരിച്ചേ. വന്ന പാടൊരു ചെറിയ വീഴാൻ മണ്ണ് ഡസ്റ്റ് ചെയ്തതാ. ആ നെയ്യ് വെച്ച് ചെറിയ ചെറിയ വീഴല്ല. ഇതെന്താ പറയാ, പിന്നെ ഇന്ന് പിന്നെ അനക്ക് ഇവൻ എന്തായാലും വരുന്ന മനസ്സിലുണ്ട്. അല്ല ഇത് ഉള്ള കാര്യം പറയുന്നല്ല. പക്ഷെ ഞാൻ ആദ്യം തന്നെ ബുദ്ധിയോടെ അവരോട് ചോദിച്ചാല് ഉറങ്ങി എണീക്കാൻ നേരം പേര് വന്ന ചായ കുടിച്ചോന്നല്ല ചോദിച്ചു. ഇതാ കാരണം വെച്ചാൽ ഞാൻ നേരത്തെ ഒരു അടി അടിച്ചിനോനാ, ഓൻ എടുത്തിട്ടില്ല. പിന്നെ ഏട്ടനെ ജയേഷിനെ വിളിച്ചു. ഞാൻ വിചാരിച്ച ഏട്ടൻ പോയിട്ട് പറയുന്നു. പക്ഷെ ഏട്ടനോട് പറഞ്ഞോണ്ട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അതോ ഹലോ. അങ്ങനെ 24 മണിക്കൂറത്തെ നീണ്ട ട്രാവലിന് ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവരെയും കണ്ടു. അടുത്തമ്മനെ കണ്ടിട്ടില്ല. അടുത്തമ്മത്തേക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ഞെട്ടിപ്പോയി വന്നിട്ട്. എന്തായാലും സർപ്രൈസ് വിജയിച്ചു. ശരിക്കും നമ്മളെ സർപ്രൈസായി. കാരണം അയ്യോ നമ്മുടെ ട്രാവലിങ് ഭയങ്കര ഹെക്ടിക്കായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ചെന്നൈയിൽ നിന്ന് കേലംപക്കം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ് ടെർമിനലുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അവിടെ നിന്ന് 11 മണിക്ക് എങ്ങനെ ബസ് കയറുന്നത്. അവിടെ നിന്ന് നമ്മൾ ബസ് കയറി. നമ്മളവിടെ നിന്ന് ബസ് കയറിയിട്ട് വന്നാൽ സേലത്ത് പോയി. സേലത്ത് നിന്ന് കോയമ്പത്തൂർ വന്നു. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് വന്നു. പാലക്കാട് നിന്ന് തലശ്ശേരി വന്നു. തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർ പോയി. കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു ട്രാവലിൻ്റെ പൊടിപുരത്. ബസ് കയറി ഇരുന്നിരുന്ന് മടുത്തു. മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല ടയർഡായി പണ്ടാറടങ്ങിയിട്ടുണ്ട്. പണി കിട്ടിയെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ കോയമ്പത്തൂർ ഇറങ്ങി. കോയമ്പത്തൂർ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കോയമ്പത്തൂർ ഇറങ്ങി സേലത്ത് നിന്ന് അപ്പം തന്നെ ബസ് കിട്ടി. കോയമ്പത്തൂർ ഇറങ്ങി 3 മണിക്കൂർ, ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് കറക്റ്റ് 10:30 മാക്സിമം ആകുമ്പോഴത്തേനും കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഉക്കടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോയി ഇറങ്ങിയ ബസ് സ്റ്റാൻഡ്. എന്നാൽ അത് അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. ഒരു ബസ്സിന് അവിടെ പോയി ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഫുൾ ആൾക്കാരാണ്. നാട്ടിലേക്ക് വരേണ്ട, കാരണം വിഷു ആണ്. കറണ്ട് പോയി. സാറ്റർഡേ സൺഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു തിരുവനന്തപുരം ബസ് വന്ന് നിർത്തി. അതിലാണെങ്കിൽ കുത്തി നിറച്ച ആളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോങ് റൂട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ നിന്നിട്ട് പോകാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനി 11:30 ഒരു ബസ്സും കൂടി ഉള്ളൂ പാലക്കാടേക്ക്. അത് കഴിഞ്ഞാൽ വേറെ ബസ്സിൽ അതിനകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പം റെയിൽവേ സ്റ്റേഷൻ കണ്ടായിരുന്നു കോയമ്പത്തൂർ. ഫുള്ളിങ്ങനെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിറച്ച ആൾക്കാരായിട്ട് ഒരു തരത്തിൽ അവിടെ സ്റ്റേഷനിൽ പോലും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ തിരക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആകെപ്പെട്ടു എന്ന് പറഞ്ഞ അവസ്ഥയിൽ അവിടുന്ന് ഒന്നും ചെയ്യാനില്ല. ഇനി എന്താ ചെയ്യുക, അതിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ എന്നാ ചെയ്യേണ്ടെന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പം അവിടെ നിന്ന് ഒരു ചേട്ടനെ കണ്ടു. പുള്ളിക്കാരൻ മലപ്പുറത്തേക്ക് വരേണ്ടതാണ്. അപ്പം പുള്ളിയും പറഞ്ഞു ഇങ്ങനെ എന്താ എനിക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇനി എന്തായാലും ട്രെയിനിലും കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം കറക്റ്റ് സമയത്ത് എന്താ പറയുക, ദൈവദൂതനെ പോലെ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പം പുള്ളി പറഞ്ഞു പാലക്കാട്ടേക്കൊരു ഇത് എന്താ പറയുക കാറ് പോകുന്നുണ്ട്, എൻ്റെ കാറാണ്, അപ്പോൾ വരുന്നു 4 ആൾക്ക് പോകാമെന്ന് പറഞ്ഞു.
അയ്യോ നമ്മളൊന്നും നോക്കിയിട്ടില്ല, ഒരാൾക്ക് 300 രൂപ വെച്ച് എടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഒന്നും നോക്കിയിട്ടില്ല, കാരണം അവിടുന്ന് 1 മണിക്കൂറേ ഉള്ളൂ പാലക്കാടേക്ക്. അപ്പോൾ ആ ചേട്ടനും വേറെ പുള്ളിയും ഞാനും കുട്ടാട്ടനുണ്ട്. അപ്പോൾ നമ്മൾ 4 പേരും ഡ്രൈവറുടെ 5 പേര് അങ്ങനെ. അതുകൊണ്ട് അവിടെ നിന്ന് ആ വണ്ടി കിട്ടിയത് കൊണ്ട് നമ്മൾ കൃത്യം 1 മണിക്കൂർ കൊണ്ട്, 1 മണിക്കൂറിന് മുന്നേ 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ പാലക്കാടെത്തി. അവിടെ നിന്ന് ഇറങ്ങി, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ബസ് സ്റ്റാൻഡ് കാണിക്കുമ്പോഴത്തേക്കാണ് അനൗൺസ്മെൻറ്റ് തലശ്ശേരിയിലേക്ക്. നമ്മളെ ലക്ഷ്യം എന്ന് വെച്ചാൽ പാലക്കാട് എത്തിയിട്ട് ഇവിടുന്ന് പാലക്കാട് നിന്ന് കുറ്റിപ്പുറത്തേക്കോ അല്ലെങ്കിൽ വേറെ ഇടത്തേക്കോ പോയിട്ട് അങ്ങനെ ട്രെയിനിൽ എങ്ങനെയെങ്കിലും പോകാമെന്നായിരുന്നു. അവിടെ നിന്ന് ഡയറക്റ്റ് കോഴിക്കോട് ബസ് ഉണ്ടെങ്കിൽ ആരും പറഞ്ഞു കോഴിക്കോട് ബസ് ഉണ്ടാവും ഡയറക്റ്റ്. അപ്പോൾ വേശ് കോഴിക്കോട് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ. അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ പാടെ പിന്നെ കറക്റ്റ് ഒരു അനൗൺസ്മെൻറ്റ്, തലശ്ശേരിയിലേക്കുള്ള ബസ് ഇപ്പോൾ എടുക്കുന്നു. നമ്മൾ കേട്ടപ്പോൾ നമ്മൾ ഇനി അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാം. അതുവരെ ഫുഡ് വരെ കഴിച്ചിട്ടില്ല നമ്മൾ. അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ കൊണ്ടുപോയ ഫുഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ടപ്പോൾ നമ്മൾ ഓടി ബസ്സിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ നിറച്ച ആൾക്കാർ ഇങ്ങനെ കുത്തി കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. ഞങ്ങൾ കുട്ടികളെ വേണ്ട, എന്തായാലും കയറാൻ പറ്റില്ല, കാരണം കുഞ്ഞിനെയും കൊണ്ട് എന്തായാലും ഇത്ര കയറാൻ പറ്റില്ല. കുട്ടികളുടെ എന്താണെന്നറിയില്ല, ഓടി കയറാൻ വേണ്ടിയിട്ട് ഓടി എങ്ങനെയല്ലോ കയറി നേരെ നോക്കുമ്പോൾ ഒരു 3 സീറ്റ് ഇങ്ങനെ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന പുള്ളി മലപ്പുറം വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സൈഡിലിരുന്ന്, പിന്നെ കുട്ടാണ്ട് നിന്ന് പുള്ളിയിരുന്നു. പിന്നെ നമ്മൾ കറക്റ്റ് നമുക്ക് സീറ്റ് കിട്ടി. പിന്നെ ആൾ നിറഞ്ഞു. ആ ഒരു ബസ് കിട്ടിയത് ഭയങ്കര ലാഭം. പക്ഷെ അത് ഭയങ്കര എന്താ പറയുക, KSRTC ബസ്സായിരുന്നു, മലബാറിൻ്റെ സാധാ സീറ്റുള്ള ബസ്സാണ്. കുറച്ച് ബുദ്ധിമുട്ട് ഇങ്ങോളം ഇരിക്കുമ്പോഴത്തേക്കും അവിടുന്ന് 11:30 നമ്മൾ ഇവിടുന്ന് ബസ് കയറുന്നത്. ഒരു 6 മണിയാകുമ്പോഴത്തേനും 6:30 ആകുമ്പോഴത്തേനും നമ്മൾ തലശ്ശേരി എത്തി. 6:30 7 മണിയോ അങ്ങനെയായിട്ടാകുമ്പോൾ തലശ്ശേരി എത്തുന്ന വണ്ടി. പക്ഷേ അത് ഒരു ഭാഗ്യമായി, കാരണം ആ കൃത്യസമയത്ത് നമുക്ക് അവിടുന്ന് കാറ് കിട്ടി, അവിടുന്ന് ബസ് കിട്ടിയോണ്ട് കറക്റ്റ് ഇവിടെ എത്താൻ പറ്റില്ല. നമ്മളിന്ന് ലേറ്റ് ആവും അല്ലേ. പിന്നെ നമ്മളവിടെ റൂം എടുത്ത് നിന്ന് രാവിലെ കോയമ്പത്തൂരിന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. അതൊക്കെ ഭയങ്കര എന്തോ ഭാഗ്യത്തിന് ഒക്കെ കറക്റ്റായി വന്നു. ഇപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മൾ തലശ്ശേരിയിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ എത്തിയത്. അപ്പോൾ എല്ലാം ഓക്കെ ആയി. എല്ലാവരുടെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇന്നത്തെ കാര്യങ്ങളും വിശേഷങ്ങളും അടുത്ത ബ്ലോഗിൽ കാണും. അപ്പോൾ ബൈ ഗൈസ്. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് അതിനിടയ്ക്ക് ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞ് പോയിരുന്നു. പക്ഷേ ഏടത്ത് പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഏടത്ത് വന്നിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. വരുന്നുണ്ട് എല്ലാ ഏട്ടൻ കൂട്ടി വരുന്നതാണ്. ഏട്ടൻ കൂട്ടാൻ പോയി. പോ നിങ്ങളോടൊരു സർപ്രൈസ് തരാം. ആരോട് പറഞ്ഞു നമ്മൾ വരുന്നുണ്ട്. തൽക്കാലം ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്ലാസ് കൂട്ടാണ് പറഞ്ഞു, നീ അടുത്തവരോട് പറഞ്ഞാൽ മതി. ഈ സത്യം പറഞ്ഞ അടുത്തവർ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ അടുത്തവരെ വിളിച്ചാൽ തൽക്കാലം കിട്ടിയില്ല, വരുന്നില്ല. എല്ലാണ്ട് വരുത്തൊന്നും നടക്കൂല.